ഗൈസ്, നമ്മൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ടീമുകളുടെയും വിദേശ താരങ്ങൾ എന്ന നിലയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. സോ അതിനകത്ത് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം ഈ ഒരു സീസൺ തന്നെ നോക്കിക്കഴിഞ്ഞാലും 13 ക്ലബ്ബുകളിലായിട്ട് വന്നിട്ടുള്ള വിദേശ താരങ്ങളിൽ 30% വിദേശ താരങ്ങളും പുതുമുഖങ്ങളായിരുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ മുൻകാല ക്ലബ്ബുകളുടെ അവരുടെ റെക്കോർഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് സംസാരിക്കുന്നത്. നമുക്കിപ്പോൾ ISL പോലെ മറ്റ് ISL മുമ്പ് കളിച്ചുള്ള പ്ലേയേഴ്സിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ കളി നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊക്കെ വെച്ച് വിലയിരുത്താൻ പറ്റും. ഇത് പറഞ്ഞ പ്രോബബിലിറ്റിയാണ്. സോ നമ്മൾ പല വീഡിയോസും പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പ്രോബബിലിറ്റി വെച്ചിട്ട് തന്നെയാണ്. പിന്നീട് നമ്മൾ അതിന് ശേഷമായിരിക്കും അത് എങ്ങനെ വന്നു എന്നുള്ളത് സംസാരിക്കുക. അതിൽ ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് വരും, ചില കാര്യങ്ങൾ മാറിയൊക്കെ സംഭവിക്കാം. ബാക്ക് ടു ടോപ്പിക്, നമ്മൾ വിദേശ താരങ്ങളുടെ ഓരോ ടീമുകളും എത്രത്തോളം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വിദേശ സ്ക്വാഡാണ് ഉള്ളത്, അത് ടീമുകൾക്ക് എങ്ങനെ ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫാക്ടറുണ്ട്. ഇപ്പം പോയിന്റ് ടേബിളിൽ ടോപ്പ് 3യിൽ നിൽക്കുന്ന ക്ലബ്ബുകളുടെ കാര്യം തന്നെ ഒന്ന് പരിശോധിക്കാം. ഇപ്പം മോഹൻ ബഗാനാണല്ലോ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ വിദേശ താരങ്ങളുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത് 2 ഫോറിൻ സെൻറ്റർ ബാക്ക്, 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ്, 2 സെൻറ്റർ ഫോർവേഡ്സ് എന്ന നിലയിലാണ്. സോ മറ്റു പല ടീമുകളിലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടെങ്കിലും ഒരു വിദേശിയെ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ മോഹൻ ബഗാൻ പോലെയുള്ള ഒരു ക്ലബ്ബ് അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതൊരു പ്രശ്നമായിട്ട് മാറുമോ എന്നുള്ള കൺസേൺസും പല സൈഡിൽ നിന്നൊക്കെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതെങ്ങനെ അവർ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ഈ മോഹൻ ബഗാൻ എന്ന് പറയുന്നൊരു ക്ലബ്ബ് മിക്ക മാച്ചസിലും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 വിദേശ സെൻട്രൽ ബാക്സിനെയും, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെയും, ഒരു സെൻട്രൽ ഫോർവേഡിനെയാണ്. ഇപ്പോൾ പരിക്കുകളുടെ അങ്ങനെ അവൈലബിലിറ്റി പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെയാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എങ്ങനെ അവർ മാനേജ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിലുള്ള പ്ലേയേഴ്സിൻ്റെ ഒരു ഡെപ്താണ് അത് കാണിക്കുന്നത് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ. ഇപ്പം അപ്പുയെ ഇത്തവണ എത്തിച്ചു, നല്ല ഫീ ഒക്കെ കൊടുത്തുകൊണ്ട് ഇപ്പം ടോപ്പ് നാഷണൽ ടീമിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ദീപക് താങ്കിരി ഉണ്ട്, ഗ്ലാൻ മാർട്ടിൻസ് ഉണ്ട്. ഇനി സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അനിരുദ്ധ് താപ്പയുണ്ട്, അഭിഷേക് സൂര്യവംശി ഉണ്ട്. അതുപോലെ സഹലും ഇപ്പോൾ ഒരു 4-3-3 ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ പോലെയൊക്കെയാണ് കളിക്കുന്നത്. അപ്പം അത്രത്തോളം നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ തന്നെ ഒരു ഡെപ്ത് ഉള്ളതുകൊണ്ടാണ് അവർ അവിടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റ് പൊസിഷൻസിൽ വിദേശ താരങ്ങളെ എത്തിച്ചത്. അത് അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് വർക്കൗട്ട് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി 2ാം സ്ഥാനത്തുള്ള BFCയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് BFC ഒരു ഫോറിൻ സെൻട്രൽ ബാക്കിനെയും, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെയും, ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കളിക്കുന്ന പ്ലേയേഴ്സിനും, 2 വിങ്ങേഴ്സിനെയും, ഒരു സെൻട്രൽ ഫോർവേഡിനെയാണ് വിദേശ താരങ്ങൾ എന്ന നിലയിൽ കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആകപ്പാടെ ഒരു സെൻട്രൽ ബാക്കേ ഉള്ളൂ വിദേശി എന്ന നിലയിൽ. ഒരു DM കളിക്കുന്ന പ്ലെയർ സെൻട്രൽ ബാക്കിൽ നിന്നും കളിക്കുന്ന പ്ലെയറും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു പ്രശ്നമാകില്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷേ അവിടെയാണ് അവർക്ക് ഇന്ത്യൻ പ്ലെയേഴ്സ് സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ രാഹുൽ ബെക്കെ, ചിങ്ലൻ സന എന്ന് പറയുന്ന നാഷണൽ ടീമിൽ തന്നെ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം ഈ സീസൺ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 50% മാച്ചസ് അവർ ഇന്ത്യൻ സെൻട്രൽ ബാക്സിൻ്റെ തന്നെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവർക്കതൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല. അവിടെ അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അവിടെയാണ് ആ ഒരു ഫോറിൻ പ്ലേയേഴ്സിനെ എത്തിക്കുമ്പോഴത്തേക്കും അത് ബാലൻസ്ഡ് ആകുന്നത് എന്നുള്ളത്. ഇനി ഗോവ ആണ് 3ാം സ്ഥാനത്തുള്ളത്. അവരുടെ ഒരു ഫോറിൻ പ്ലേയേഴ്സിൻ്റെ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കും ഭയങ്കര രസകരമാണ്. ഒരു ഫോറിൻ സെൻട്രൽ ബാക്ക്, ഒരു ഫോറിൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു വിങ്ങർ, ഒരു സെൻട്രൽ ഫോർവേഡ്, ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇതിൽ സെൻട്രൽ ഫോർവേഡായിട്ടും സെൻട്രൽ ബാക്കായിട്ടും കളിക്കുന്ന വിദേശ താരങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും യൂട്ടിലിറ്റി വേഴ്സറ്റൈൽ പ്ലേയേഴ്സാണ്. എവിടെ വേണേലും അതായത് മൾട്ടിപ്പിൾ പൊസിഷൻസിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ് എന്നുള്ളതാണ്. അപ്പം അത് തന്നെയാണ് ആ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഇതേപോലെ തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള വിദേശ നിരയുള്ള മറ്റൊരു ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. നമുക്ക് ഒഡീഷ FC ഒരു പരിധിവരെയൊക്കെ പറയും. ഇവർക്കൊക്കെ ഈ പറഞ്ഞ ഒരു ടോപ്പ് 6 ഒരു റേസിലൊക്കെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഫാക്ടർ. ഇനി നമുക്ക് നോക്കുന്ന സമയത്ത് ഏത് ടീമുകൾക്കാണ് വിദേശ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ബാലൻസ്ഡ് അല്ലാത്ത ഒരു സ്ക്വാഡ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കുമ്പം 2 ടീമുകളുടെ പേര് പറയാം. ഒന്ന് പഞ്ചാബ് FC ആണ്, മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം മുഹമ്മദൻ, ഹൈദരാബാദ് FC പോലെയുള്ള ടീമുകളുടെ വിദേശ നിര ഒരു ബാലൻസ്ഡ് ആണോ എന്നുള്ളത്. സോ അവരുടെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ബാലൻസ്ഡ് ആണോ എന്നുള്ളതിനപ്പുറത്തേക്കും മറ്റ് പ്രശ്നങ്ങളുണ്ട്. അത്യാവശ്യം നമുക്കിപ്പോൾ പൊസിഷൻ വൈസ് നോക്കുമ്പോൾ ബാലൻസ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അവരൊക്കെ അണ്ടർ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ അവരുടെ സ്ക്വാഡ് വൈസ് മറ്റ് ടീമുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, മറ്റേത് ടീമുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ക്വാളിറ്റി വൈസുള്ള ഒരു ഡിഫറൻസും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം അവരിപ്പം ഒരു കോച്ചിനെയൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് ഒരു
ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് അത്ര വലിയൊരു പ്രതീക്ഷ വെക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചേക്കാം. പക്ഷേ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്കറിയാം സീസണിൻ്റെ തുടക്കത്തിൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ പുതിയ കോച്ച് വന്നു, അവർക്ക് ചേഞ്ച് സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അവർക്കൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് അവരുടെ മിഡ്ഫീൽഡാണ്. ഇപ്പം അവർക്ക് മിഡ്ഫീൽഡിൽ പറയാൻ പറ്റുന്ന പ്ലേയേഴ്സേ ഇല്ല. അപ്പം ആദിത്യലാൽ പോയി പകരം കൊണ്ടുവന്നിട്ട് ഫോർവേഡിനെയാണ്. അതുപോലെ തന്നെ ക്രസ്പോയും കളിക്കാതിരിക്കുന്നതൊക്കെ സാഹചര്യമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഹിജാസിയയ്ക്ക് പകരം ഒരു നല്ലൊരു DM ഒക്കെ വന്നാൽ, അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് പ്ലെയറും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ ഒരു നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വിദേശ താരം അല്ലെങ്കിൽ ഒരു നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡായിട്ട് തന്നെ മാറുമെന്നുള്ളതാണ്. എന്തുകൊണ്ട് പഞ്ചാബ് FCയുടെയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും വിദേശ നിര അത്ര ബാലൻസ്ഡ് അല്ല എന്ന് പറയുന്നു എന്നുള്ള കാര്യത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് പഞ്ചാബ് FCയിലേക്ക് വരാം. പഞ്ചാബ് FCയുടെ 6 വിദേശ താരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം അവരുടെ ബാലൻസ്ഡ് അല്ല എന്നുള്ള കാര്യം സംസാരിച്ചാണ്. ഈ വർഷത്തിലും ആ പ്രശ്നമുണ്ട്. അത് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആകെ ഒരു വിദേശ സെൻറ്റർ ബാക്കാണുള്ളത്. പിന്നെ ഉള്ള പ്ലേയേഴ്സ് എല്ലാം ഒരു അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ്. ഇപ്പോൾ ഫിലിപ്പ് ഞാൻ വിചാരിച്ചു കൂടുതലും ഒരു DM ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അദ്ദേഹത്തെ വേണമെങ്കിൽ പരിഗണിക്കും. പക്ഷേ അദ്ദേഹം കുറച്ചും കൂടി ഒരു CM AM ആ ലെവലിലാണ് കൂടുതലും കളിക്കുന്നുണ്ടുള്ളത്. അതുപോലെ വിദാലാണെങ്കിലും ബാക്കി ഏത് പ്ലേയേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് വരുന്നൊരു പ്രശ്നം, ഇപ്പോൾ ഇവാൻ നോവോസെലിച്ച് എന്ന് പറയുന്ന സെൻട്രൽ ബാക്കിന് ഇഞ്ചോർഡായി കളിക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരുമ്പോൾ അവർ ഇന്ത്യൻ ഡിഫൻസ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുവാണ്. പക്ഷേ അവരുടെ ഇന്ത്യൻ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇൻ പേപ്പർ നോക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ബാക്സിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ താരതമ്യേന യങ്സ്റ്റേഴ്സാണ്. അപ്പം അത് തീർച്ചയായിട്ടും അവരെ ബാക്ക് ഫെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് അവർക്ക് നല്ലൊരു തുടക്കം കിട്ടി. പിന്നീട് ഇഞ്ചുറികൾ ഇവരെങ്ങനെ പിന്നോട്ട് വലിച്ചു എന്നുള്ളൊരു കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്ലേയേഴ്സിൻ്റെ അണ്ടർ പെർഫോമിങ് അത് വേറൊരു ഫാക്ടറാണ്. അത് നമുക്കിത് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ബക്കങ്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു നല്ല പ്രൊഫൈലൊക്കെ ആയിട്ട് വന്നു. പക്ഷേ ഇവിടെ അദ്ദേഹം പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും 2 സെൻറ്റർ ബാക്ക്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു വിങ്ങർ, 2 സെൻറ്റർ ഫോർവേഡ്സ് എന്ന നിലയിലാണ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ മോഹൻ ബഗാൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് DM ആയിട്ടുള്ളൊരു പ്ലെയർ ഇല്ലെങ്കിലും അതൊരു പ്രശ്നമല്ല എന്നുള്ള കാര്യം പറഞ്ഞു. കാരണം അവർക്ക് അവിടെ വെക്കാൻ പറ്റിയിട്ടുള്ള കുറേ ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ജീക്സൺ ഒരു നാഷണൽ ടീം പ്ലെയറൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ നമുക്ക് ആകെയുള്ളത് ഫ്രെഡി എന്ന് പറയുന്ന പ്ലെയർ മാത്രമാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കുന്നത്. അദ്ദേഹം ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാവും. അദ്ദേഹത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹം ഡീസൻ്റായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ മറ്റ് ടീമുകളുടെ DMs നൽകുന്ന കോൺട്രിബ്യൂഷൻ വെച്ച് കമ്പാരിസൺ നമ്മൾ നടത്തുമ്പോഴാണ് നമ്മൾ അതൊന്ന് ചിന്തിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു, ഇപ്പം മിഗാൽ ഷാറെ കോച്ചായിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ചും കൂടെ ഹൈലൈൻ ഡിഫൻസ് കളിക്കുന്നൊരു കോച്ചായിരുന്നു. പക്ഷേ നമ്മുടെ ടീമിലുണ്ടായിരുന്ന സെൻട്രൽ ബാക്സ് അതിന് പറ്റിയിട്ടുള്ള ഹൈലൈൻ ഡിഫൻസ് കളിക്കാൻ പറ്റിയിട്ടുള്ള സെൻട്രൽ ബാക്സ് അല്ലായിരുന്നു എന്നുള്ളതും മറ്റൊരു ഫാക്ടറായിട്ട് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വിദേശ സ്ക്വാഡ് ബിൽഡ് ചെയ്തതിൻ്റെ ഒരു ഫാക്ടർ ഞാൻ പറയുകയാണ്. ഇപ്പം നോവ ലൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൂണ നമ്മുടെ ക്യാപ്റ്റനാണ്, നോവ നമ്മുടെ ഹൈ പെയ്ഡ് പ്ലെയറാണ്. പിന്നെ ഹെസൂസ് സ്ട്രൈക്കറായിട്ട് എന്താണെങ്കിലും ഒരു പ്ലെയർ കളിക്കണം. അപ്പം ഈ 3 പേരെ നമ്മൾ കളിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു താരത്തെ കൂടി കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതെന്താണെങ്കിലും നമുക്ക് ഒരു വിദേശ സെൻട്രൽ ബാക്കിനെ കളിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണെങ്കിലും ഈ പറഞ്ഞ ഹോൾഡിംഗ് മിഡ്ഫീൽഡിൽ ഇന്ത്യൻ താരങ്ങളെ കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡെപ്ത് ഇല്ല. അപ്പം ഇപ്പോൾ ജനുവരിയിലൊക്കെ നമ്മൾ വിദേശ താരത്തെ നോക്കുന്നു എന്നുള്ള സാഹചര്യങ്ങളൊക്കെ പറയുമ്പോഴും അങ്ങനൊരു താരം വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഏത് പ്ലെയറെ ഡ്രോപ്പ് ചെയ്യും എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ മറ്റൊരു കാര്യം പറയും, ഇപ്പം നോവ നമുക്ക് വേണ്ടി നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന താരമാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ നമുക്കൊരു വിദേശിയില്ല. അവിടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലും ആകെ ഫ്രെഡി മാത്രമാണുള്ളത്. എന്നാൽ നമുക്ക് ലെഫ്റ്റ് വിങ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഐമൻ, അമ്മാവിയ, അതുപോലെ ബ്രൈസ് മിറണ്ട, ലോണിൽ അയച്ചിട്ടുള്ള ബിഗാ ഷുംനാം, ഇങ്ങനെ താരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലാണ് അത്രയും ഹൈ പെയ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയർ വരുന്നത്. അദ്ദേഹം എന്നാൽ 90 മിനിറ്റ്സും കളിക്കുന്ന പ്ലെയറാണ്. അപ്പം മറ്റു പ്ലേയേഴ്സിന് അവിടെ അവസരം ഉണ്ടാകുന്നില്ല. അതായത് നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഉള്ള പൊസിഷനിലാണ് വിദേശ താരം വരുന്നത്. അപ്പം പക്ഷേ എന്നാൽ അത്ര നല്ലൊരു ഡെപ്ത് ഇല്ലാത്തൊരു പൊസിഷനിൽ നമുക്കൊരു വിദേശ താരത്തെ എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുതുതായിട്ടൊരു DM കൊണ്ടുവന്നാലും കോയിഫിനെ DM ആയിട്ട് കളിപ്പിച്ചാലും നമ്മൾ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഡിഫൻസ് വെച്ചിട്ട് കളിപ്പിക്കേണ്ടി വരും. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം ഒരു കോച്ച് ട്രസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പം രാഹുൽ ബേക്കെ, സന എന്ന് പറഞ്ഞാൽ നാഷണൽ ടീമിൽ തന്നെ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പം ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി നമുക്കിപ്പം പ്രീതത്തിൽ നിന്നും ഹോമിപ്പാമിൽ നിന്നും ഡിഫൻസ് കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുമോ? നമുക്ക് ഗോൾ കീപ്പിംഗ് ഏരിയസിൽ പ്രശ്നമുണ്ട്, മറ്റ് ഡിഫൻസീവ് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അതെങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളതൊരു ചോദിച്ചിട്ടുണ്ട്. സോ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഈ മിഡ് ലെവലിൽ നിൽക്കുന്ന ടീമുകളുണ്ടല്ലോ, അപ്പോൾ അവരുടെ വിദേശ പല ടീമുകൾക്കും നോക്കുമ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ളതൊക്കെയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ പ്ലേയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നതും അണ്ടർ പെർഫോം ചെയ്യുന്നതും അതൊരു ഫാക്ടറാണ്. അത്
ടീമുകളുടെ ഏറ്റക്കുറച്ചുകളുടെ അല്ലെങ്കിൽ പോയിന്റ് ടേബിൾ നിർണ്ണയിക്കുന്നതിനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ജംഷഡ്പൂർ എന്തുകൊണ്ട് മേലോട്ട് പോയി, ചെന്നൈയിൻ FC എന്തുകൊണ്ട് താഴോട്ട് പോയി എന്നൊക്കെയുള്ളത് അത് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ അണ്ടർ പെർഫോമിങ് പരിപാടി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മിലോസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് മറ്റ് ടീമുകളിലെ സെൻട്രൽ ബാക്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മൾ വിദേശ താരങ്ങളെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹാഫ് ഓഫ് ദി സീസൺ വരുമ്പോഴത്തേക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള വിദേശ താരങ്ങളുള്ള അല്ലെങ്കിൽ സ്ക്വാഡുള്ള ടീമുകൾ അതെങ്ങനെ പെർഫോം ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.